ഇപ്പോഴത്തെ വലിയൊരു ടോക്കാണ് ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആയാലും പുറത്താണെങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ, അനിൽ അംബാനി, ഹർദീപ് സിംഗ് പുരി, അതേപോലെ തന്നെ ഇന്ത്യയുടെ മുൻ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന അരുൺ ജെയ്റ്റ്ലി, ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പേര് കേൾക്കുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് അനിൽ അംബാനിയും ജെഫ്രി എപ്സ്റ്റീൻ ഇവർ തമ്മിലുള്ള കോണ്ടാക്ട്സും കണക്ഷനാണ്. അതിപ്പം ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്താലും അയാളുടെ ഇമെയിലും മറ്റുള്ള മെസ്സേജുകൾ വെരിഫൈ ചെയ്താലും അതേപോലെ തന്നെ അയാളുടെ ഡയറി കുറിപ്പിനകത്ത് പറയുന്ന കാര്യങ്ങളും മറ്റൊരു പ്രധാന പോയിൻ്റ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് കണക്ട് ചെയ്ത് പല ആരോപണങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കീ പോയിൻ്റൊക്കെ നോക്കാം എന്താണ് ഇത്. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും കൺക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷേ വെരി സൂൺ ഇതിൻ്റെ എല്ലാം കൺക്ലൂഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ, ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രിയുമായിട്ട് അനിൽ അംബാനി, അതായത് ധീരുഭായ് അംബാനിയുടെ രണ്ട് മക്കളിൽ മുകേഷ് കഴിഞ്ഞാൽ അതായത് പൊളിറ്റീഷ്യൻസുമായിട്ടും ഈ റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഏറ്റവും കൂടുതൽ ലൈസൺ ചെയ്തത് അനിൽ അംബാനിയാണ്. അതായിരുന്നു ധീരുഭായ് അംബാനി അനിൽ അംബാനിക്ക് കൊടുത്തിരുന്ന മേജർ റോൾ എന്ന് പറയുന്നത്. അതിനകത്ത് BJP പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും അവർക്ക് വേണ്ടി ഡൽഹിയിൽ വലിയൊരു ലൈസൺ ഓഫീസ് ഉണ്ടായിരുന്നു, ലീ മറഡിയൻ ഹോട്ടലിൽ. തമിഴ്നാട്ടുകാരനായ ടോണി യേശുദാസൻ, പിന്നെ ഒരു സുബ്രഹ്മണ്യൻ, ഇവരൊക്കെയായിരുന്നു അതിൻ്റെ ഹെഡ് ചെയ്തിരുന്നത്. അപ്പം ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തതും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടും പൊളിറ്റീഷ്യൻസുമായിട്ടും ധീരുഭായ് അംബാനിയുടെ കാലം മുതൽക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും വലിയ ഒരു ടോപ്പ് മോസ്റ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവർക്കെല്ലാം, ഇൻക്ലൂഡിങ് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ആയിട്ടൊക്കെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് അനിൽ അംബാനിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക്, അതായത് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അദ്ദേഹത്തിന് മുകേഷ് അംബാനിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ അനിൽ അംബാനിയുമായിട്ട് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു. കാരണം റിലയൻസിന് വേണ്ടി ഈ പറയുന്ന കോർഡിനേഷൻ മുഴുവനും നടത്തിയത് അനിൽ അംബാനിയായിരുന്നു. പിന്നീട് ഈ റിലയൻസ് ധീരുഭായ് അംബാനി മരിക്കുന്നു, റിലയൻസ് ഇൻഡസ്ട്രി രണ്ടാകുന്നു. അതായത് അനിലിൻ്റെ ഒരു ഭാഗത്ത് പോകുന്നു, അതേപോലെ തന്നെ മുകേഷിൻ്റെ ഒരു ഭാഗത്ത് പോകുന്നു. പിന്നീട് നിങ്ങൾ കണ്ടു കാണും 2012 കൂടി അനിൽ അംബാനിയുടെ മോശമായ കാലയളവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 44 ബില്യൺ അസറ്റുകളും ടേൺ ഓവറൊക്കെ ഉണ്ടായിരുന്ന അനിൽ അംബാനി ഗ്രൂപ്പ് പെട്ടെന്ന് താഴോട്ട് പോകുന്നു. 2014 അത് വീണ്ടും താപ്പോട്ട് പോകുന്നു. ഏകദേശം 2016, 17, 18 ഈ സാധനം മുഴുവൻ അടച്ചു പൂട്ടി ബാങ്ക്രപ്റ്റ് ആകുന്നു, ഇതാകുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസ് വരുന്നു. ഒരു സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അനിൽ അംബാനി ഗ്രൂപ്പ് ഇത്ര കോടി രൂപ കൊടുക്കണം. അത് മുകേഷ് അംബാനിയാണ് ആ പണം സെറ്റിൽ ചെയ്തിട്ട് അതായത് അനിൽ അംബാനിയെ ജയിലിൽ നിന്നും പോകുന്ന കാര്യത്തിൽ നിന്നും മാറ്റിയത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് വരാം. അനിൽ അംബാനിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി ആദ്യമായിട്ട്, അതായത് ജെഫ്രി എപ്സ്റ്റീന് വേണ്ടി, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആളെ ഞാൻ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അദ്ദേഹം ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ക്യാപിറ്റലിസ്റ്റ് വേൾഡിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അമേരിക്കയിൽ അങ്ങ് മാറുന്നത് ഗ്ലോബലായി. അപ്പം പല ആൾക്കാർക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റി, മറ്റുള്ള സംഭവങ്ങൾ, ഇത് കോണ്ടാക്ട്സ് ബിൽഡപ്പ് ചെയ്യുന്നു. അതിനുവേണ്ടി അയാൾ ഉപയോഗിക്കുന്ന പല ടൂളുകളുണ്ടായിരുന്നു, പല പെൺകുട്ടികളുണ്ടായിരുന്നു. ഇതിനകത്ത് പല ഇന്ത്യക്കാരും പെട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് 2013 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് റിട്ടയറായ ഹർദീപ് സിംഗ് പുരി ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷനിലെ സ്ഥിരം പ്രതിനിധിയായിരുന്നു.
പിന്നീട് അദ്ദേഹം 2014 BJP പൊളിറ്റിക്സിലോട്ട് വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക റോൾ ഉണ്ടായിരുന്നു. അതായത് വിദേശത്തു നിന്നും, അതായത് അമേരിക്കയിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ കൊണ്ടുവരിക. അതായത് പ്രധാന കണ്ണിയായിട്ടാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കണ്ണിയായിട്ട് തന്നെയാണ് ഹർദീപ് സിംഗ് പുരി പ്രവർത്തിച്ചത്. അദ്ദേഹം സർദാറാണ്. പിന്നെ ഇൻ്റർനാഷണൽ പീസ് മൾട്ടി അത് സംഭവിച്ച അവർ പല ഇതേപോലുള്ള ഫോറങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തും പ്രധാന കണ്ണിയായിട്ട് ഹർദീപ് സിംഗ് പുരി ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീനെ പല ആവർത്തി കണ്ടു. നേരിട്ട് കണ്ടതിൻ്റെ സംഭവങ്ങൾ പറയുന്ന ഏകദേശം 8 മുതൽ 10 പ്രാവശ്യമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ 168 പ്രാവശ്യമാണ് ഹർദീപ് സിംഗ് പുരിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും അവിടെ നിൽക്കട്ടെ, അനിൽ അംബാനിയുടെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കുക, ഈ കാലയളവിൽ ഈ അനിൽ അംബാനിയുമായിട്ടും അതേപോലെ തന്നെ ഈ ഹർദീപ് സിംഗ് പുരിയുമായിട്ട് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇടപാടുകൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ പറയുന്ന സമയത്തും ആ പറയുന്ന സന്ദർഭങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂയോർക്കിലും അമേരിക്കയിലും പോയിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ പ്രധാന നമ്മൾ ഓരോ തെളിവുകളും സംഭവങ്ങളൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സമയത്തൊക്കെ അമേരിക്കയിലും ഉണ്ട്, വാഷിങ്ടണിലും ഉണ്ട്, ന്യൂയോർക്കിലൊക്കെ ഉണ്ട്. താൻ ഈ പറയുന്ന സംഭവം ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ ഫയലിനകത്ത് ഈ പറയുന്ന സമയങ്ങളിൽ അതാണ് അതിൻ്റെ നമുക്കൊരു സ്പെക്കുലേഷൻ, അതായത് അപ്രിഹെൻഷൻ, എന്തൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നൊക്കെ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നീട് ഈ പറയുന്ന അനിൽ അംബാനിക്ക്, ഇതേ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന അനിൽ അംബാനിക്ക്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള സഹായമുണ്ടാകുന്നു. അതായത് പൊളിഞ്ഞ് നാശമായി ബാങ്ക്റപ്റ്റായിട്ട് നിൽക്കുന്ന അനിൽ അംബാനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണോ കിട്ടിയത്? ഗുജറാത്തിൽ 1990 മുതൽ ഒരു പോർട്ടുണ്ട്, പിപ്പാവോ പോർട്ട്, തുറമുഖമാണ്, നോർമലായിട്ട് നടക്കുന്ന സംഭവം, ഒരു വേറൊരാളുടെ ആയിരുന്നു. 2014 അനിൽ അംബാനി ഈ പോർട്ട് അയാളുടെ കമ്പനിയായ റിലയൻസ് ഇത് വാങ്ങുന്നു. അതായത് അനിൽ അംബാനിയുടെ കമ്പനി ഇത് വാങ്ങിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കമ്പനിക്ക്, അതായത് അനിൽ അംബാനിയുടെ ഈ കമ്പനിക്ക് കോൺട്രാക്റ്റുകൾ കൊടുക്കുകയാണ്. അതും കോമ്പറ്റീറ്റീവായിട്ടുള്ള ഓപ്പൺ ടെൻഡറുള്ള കോൺട്രാക്റ്റ് അല്ല കൊടുത്തത്. അവിടെ വാർഷിപ്പ് ഉണ്ടാക്കാനും പെട്രോളിംഗ് വെസൽസ് ഉണ്ടാക്കാനും, അതേപോലെ തന്നെ റഫേൽ ഡസാൾട്ട് ഏവിയേഷൻ ഫ്രഞ്ച് കമ്പനിയുമായിട്ട് അനിൽ അംബാനിയുടെ കമ്പനിക്ക് ടൈയപ്പും ഉണ്ടാക്കി കൊടുത്തു. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് എങ്ങനെയാണ് അനിൽ അംബാനിയുടെ കമ്പനിയുമായിട്ട്, ബാങ്ക്റപ്റ്റായ കമ്പനിയുമായിട്ട് ടൈയപ്പ് ഉണ്ടായിട്ട് ഇതേപോലെയുള്ള പ്രോജക്റ്റുകൾ, അതായത് ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ പ്രോജക്റ്റുകൾ എങ്ങനെയാണ് കിട്ടുന്നത് ചോദ്യമായിരുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ആ വർഷങ്ങൾ നിങ്ങൾ നോക്കണം. ഈ സമയത്തൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അനിൽ അംബാനിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കാലയളവിൽ തന്നെയാണ് ജെഫ്രി എപ്സ്റ്റീനെ ഈ പറയുന്ന അനിൽ അംബാനിയും അതായത് ഹർദീപ് സിംഗ് പുരി എല്ലാം കണ്ടിരിക്കുന്നത്. ആ കാലയളവ് നോക്കുക. ഇതിനകത്ത് പിന്നീട് അനിൽ അംബാനിക്ക് ഈ പറയുന്ന പോലെ പണം റേസ് ചെയ്യാൻ പറ്റിയില്ല. ബാങ്കുകളുടെ പ്രശ്നമായി, മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ടായി. അതായത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പല ആൾക്കാരും മറ്റുള്ള ലീഗൽ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ സംഭവം അനിൽ അംബാനിക്ക് നടത്താൻ പറ്റിയില്ല. മറ്റുള്ള കമ്പനികൾ അത് നടത്തുകയോ നടക്കാതിരിക്കുകയോ, ഇത് കിട്ടുമോ കിട്ടാതിരിക്കുകയോ, അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിളും അല്ല. ഈ പറയുന്ന ഡസാൾട്ട് ഏവിയേഷനാണെങ്കിലും പിപ്പാവോ പോർട്ടിൽ ഈ പറയുന്ന സബ്മറൈൻ്റെയും വാർഷിപ്പിൻ്റെയും പെട്രോളിംഗ് വെസൽസിൻ്റെ ഈ സംഭവങ്ങൾ നടന്നോ ഇല്ലയോ, എന്താണ് കിട്ടിയത്, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഡിഫൻസിൻ്റെ വെബ്സൈറ്റിലും മറ്റുള്ളിടത്തും ഗവൺമെൻറ്റിൻ്റെ അകത്തും രേഖകൾ. പക്ഷേ മറ്റുള്ള സംഭവം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഡിഫൻസുമായിട്ടോ ഈ പറയുന്ന നേവിയുടെ ഉപകരണങ്ങളോ വെസൽസോ വാർഷിപ്പോ ഒന്നുമില്ല, ഒന്നും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത സിമ്പിൾ ഒരു തുറമുഖം. അത് സിമ്പിൾ തുറമുഖത്തിന് ആക്റ്റീവ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഏറ്റെടുക്കുകയും
അവർക്ക് ഇത്രമാത്രം പ്രോജക്റ്റും അനിൽ അംബാനിയുടെ കമ്പനിക്ക് പ്രോജക്റ്റും കൊടുത്തതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ അങ്ങ് കൊടുത്തു? ഇതാണ് ചോദ്യം വരുന്നത്. കാരണം ഇത് വല്ലാത്ത രീതിയിലുള്ള ചോദ്യമാണ്. ഇതിനൊന്നും ഇന്ന് വരെ ആരും ഉത്തരം കൊടുത്തിട്ടില്ല. രണ്ടാമത് ഈ അനിൽ അംബാനി പറയുന്നൊരു ഈ ഇമെയിലിൻ്റെ അകത്ത് പറയുന്നൊരു സംഭവമുണ്ട്, സ്വീഡിഷ് ബ്ലോണ്ട് ഗേൾ. അതായത് സ്വീഡിഷ് ആയിരിക്കണം. ബ്ലോണ്ട് നിങ്ങൾക്കറിയാം എന്താ, കാരണം മുടിയൊക്കെ ഈ കറുപ്പോ ഏതാണ്ട് ആ രീതിയിലാണ്, വളരെ നീളമുള്ള പെൺകുട്ടിയായിരിക്കണം. ഇത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? ഇതൊരു ചോദ്യം, ആർക്ക് വേണ്ടിയാണ്? അതാണ് ഞാൻ ഈ പറയുന്നത്. പലയിടത്തും ഡോട്ട് ലൈനാണ്. അതായത് പാർഷ്യലായിട്ട് മാത്രമേ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ ചില അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചാലും ജേർണലിസ്റ്റുകളായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് പാർഷ്യലായിട്ട് മാത്രമേ, ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ബാക്കി സാധനങ്ങളും വരും. അതായത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതും കൈവച്ചിരിക്കുന്നത്. കാരണം പുള്ളിയുടെ കൺട്രോളിലാണ്. ഇത് കംപ്ലീറ്റ് റിലീസ് ചെയ്യാൻ പറയുമ്പോഴും പാർഷ്യലായിട്ട് ഓരോ കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ കാര്യമാണെങ്കിലും, ഹർദീപ് സിംഗ് പുരിയുടെ ക്രിമിനൽ, അതായത് കൊച്ചു പെൺകുട്ടികൾ പ്രായം 15, 16 അല്ലെങ്കിൽ 12, 13 ഈ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഡോട്ട് ലൈനാണ്. അതേപോലെ അനിൽ അംബാനി ആർക്കാണ്, എന്തിനാണ്, എപ്പോഴാണ് ഈ പെൺകുട്ടികളെ, സ്വീഡിഷ് ബ്ലോണ്ടായിട്ടുള്ള പെൺകുട്ടികളെ ആവശ്യപ്പെടുന്നു, അതും ഡോട്ട് ലൈനാണ്. കാരണം ഇതൊന്നും പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പുറത്ത് വരും. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഈ ഉദ്ദേശിച്ച തലത്തിൽ നിന്നും നമ്മൾ എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്നും കൃത്യമായിട്ട് വ്യതിചലിച്ച് ഭയാനകമായ രീതിയിലോട്ടാണ് പോകുന്നത്. ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്റ്റീവ് സ്റ്റാമർ, അദ്ദേഹം മിക്കവാറും റിസൈൻ ചെയ്യുന്നുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്, ഏകദേശം 90%. കാരണം അയാളുടെ കൂട്ടത്തിലുള്ള പല ടീം, അതായത് അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ആണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും അദ്ദേഹം മണ്ടേൽസൺ ആണെങ്കിലും ഇവരുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം എല്ലാവരും റിസൈൻ ചെയ്തിട്ട് പോയി. ലേബർ പാർട്ടിയുടെ സീനിയർ MP വരെ ഈ പറയുന്ന സ്റ്റീവ് സ്റ്റാമർ അയാളുടെ റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് ആടി ഉലയുന്ന കപ്പൽ പോലെയായി, അതായത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. ഇവിടെ ഇന്ത്യയിലെയും സ്ഥിതി അത്ര നല്ലതൊന്നുമല്ല ഞാൻ അറിഞ്ഞിടത്തോളം. അതായത് ഇതിന് ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നയാൾ പൂർണ്ണമായിട്ടും ബാക്ക് സ്റ്റേജിലോട്ട്, അയാൾ പുറത്തൊന്നും വരുന്നില്ല. ഇടയ്ക്കൊന്ന് പാർലമെൻറ്റിൽ വരുന്നു, കാണുന്നു, പോകുന്നു എന്നല്ലാതെ. കാരണം അയാൾക്കും അറിയാം, ഈ അനിൽ അംബാനിക്കും അറിയാം ഇന്ത്യയിലുള്ള കൃത്യമായിട്ട് എന്താണ് നടന്നിട്ടുള്ളത്. പിന്നെ ഇതുമായിട്ട് അന്വേഷിക്കുന്ന മറ്റു പലർക്കും അറിയാം. പക്ഷെ മറ്റു പലതും വരാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രതിഫലനത്തിലാണോ ഈ പറയുന്ന US ട്രേഡ് സൈൻ ചെയ്തത് എന്ന ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പറയാം, പലരും പെട്ടിട്ടുണ്ട്. ഈ പെട്ട പലർക്കും ഇതിൻ്റെ അകത്ത് ഊരാൻ പറ്റത്തില്ല എന്നും അറിയാം. ഇതിനനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇതെല്ലാം പിടിച്ച് ലോക്ക് ചെയ്ത് ശരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിൻ്റെ പ്രതിഫലനം ഡീലിൽ വരെ കാണാനുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അമേരിക്കയിൽ നടക്കുന്ന സ്പെക്കുലേഷനും ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിൽ നടക്കുന്ന സ്പെക്കുലേഷനും RSS ക്യാമ്പിൽ പറയുന്നതൊക്കെ വ്യത്യസ്തമായ കഥകളാണ്. അതൊന്നും ഇന്ത്യയുടെ BJP മന്ത്രിസഭയ്ക്ക് അനുകൂലമല്ല. കാരണം ചതിക്കപ്പെട്ടോ, എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത്? അതായത് ഒരു കാര്യമുണ്ട്, എപ്സ്റ്റീൻ ഇന്ത്യൻ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്റ്റീവ് ബണ്ണൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, അനിൽ അംബാനി ആണെങ്കിൽ ഹർദീപ് സിംഗ് പുരി ഒക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഈ ചോദ്യങ്ങൾ അവശേഷിക്കാതെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണോ ചെയ്തത്? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾ, അതായത് ബാങ്കറപ്റ്റായിട്ട് നിൽക്കുന്ന അനിൽ അംബാനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ എന്നുള്ള കാര്യവും അപ്പോൾ അതിൻ്റെ പുറകിൽ ആരോ ഉണ്ട്. അതായത് അൾട്ടിമേറ്റായിട്ട് ഇതിൻ്റെ ബെനിഫിഷ്യറി ഒരാളുണ്ട്. അല്ലാതെ ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ബിസിനസ് ടൈക്കൂൺ തന്നെയായിരുന്നു. അവരുടെ കൺസൾട്ടേഷനൊക്കെ പലർക്കും ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ അറിയാം ഈ പറയുന്ന അനിൽ അംബാനിയുടെ ബിസിനസ്സും തകർന്നിരിക്കുകയാണ്. ഇയാൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അതേപോലെ തന്നെ ഹർദീപ് സിംഗ് പുരി, അതായത് MP ആയിട്ട് വന്നു, BJPയുമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ലോഹ്യമായിട്ട് വന്ന ഒരു IFS ഓഫീസർ,
എന്തിനാണ് അയാൾ ആർക്ക് വേണ്ടിയാണ് ചെയ്ത് 168 പ്രാവശ്യം അയാളുടെ പേര് വരുന്നു. ഏകദേശം 6-7 പ്രാവശ്യം മാൻഹാട്ടനിലുള്ള ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ കൊട്ടാര സാദൃശ്യമായ വീട്ടിൽ പല സന്ദർഭങ്ങളിലും വിസിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ അതിനകത്ത് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇമെയിലിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിനാണ് ഈ സ്വീഡിഷ് ഗേളിനെ ആർക്ക് വേണ്ടിയാണ് അനിൽ അംബാനി ആവശ്യപ്പെട്ടത്? ഇതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം വരുമ്പോൾ ഒരു കാര്യം വളരെ തീർച്ചയാകും, പെടേണ്ടവർ പെട്ടിട്ടുണ്ട്. പെട്ടവർ, അതായത് പല രീതിയിൽ അവർ വളരെ അങ്ങ് താന്ന് ഒതുങ്ങിക്കൊടുത്ത് ഈ പറയുന്ന അമേരിക്കക്കാരന് ചവിട്ടിക്കൂട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഈ ട്രേഡ് ഡീൽ വരെ സൈൻ ചെയ്തെന്ന് ഞാനല്ല, പല BJP-ക്കാരും പറയുന്നുണ്ട്. ഒതുക്കത്തിലും പതുക്കത്തിലും പല ആൾക്കാരും ഗോസിപ്സ് പലതും പറയുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഇന്ത്യ ഗവൺമെൻറ്റിന്, അതായത് ഹർദീപ് സിംഗ് പുരി ആണെങ്കിലും ഈ പറയുന്ന അനിൽ അംബാനിയുടെ കേസാണെങ്കിലും ഇനി ഈ പറയുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ കേസാണെങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ്റെ അകത്ത് മോദി സർക്കാരിൻ്റെ പല ആൾക്കാരും കുടുങ്ങിയിട്ടുണ്ട്. വരാനുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഓരോ കാരണങ്ങൾ, എന്തിനൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണിത് ചെയ്തത്, അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ട്രംപിൻ്റെ കയ്യിലാണ് ഈ ഗുലാൻ എന്ന് പറയും. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലാണ് ട്രംപ് കാർഡ് എന്ന് പറയും. ഇതൊക്കെ ഈ ചീട്ട് കളിക്കാൻ നേരത്തെ ട്രംപ് കാർഡുണ്ട്. ട്രംപിൻ്റെ കയ്യിലാണ് കാർഡ്. അതാണ് കറക്റ്റ്. അതായത് ശരിക്കുമുള്ള ഗുലാൻ. അയാൾക്ക് ഏത് സമയത്തും ഇത് വെച്ച് വെട്ടാം. ഇതിൻ്റെ പല സൂചനകൾ അയാൾ പലയിടത്തും പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഈ ട്രേഡ് ഡീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ അവസാനത്തെ റൗണ്ടിന് തൊട്ട് മുമ്പ് സംസാരിക്കാൻ പോയ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, അവരിത് ചെയ്യാതെ എവിടെ പോകുമെന്നാണ് ചോദിച്ചത്. ഇത് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? അപ്പോൾ സൗത്ത് ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്മാരും പീയൂഷ് ഗോയലൊക്കെ പറയുന്നത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിലെ കർഷകര് അതേപോലെ ഒരു വലിയൊരു മാർക്കറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യ നല്ല ബിസിനസ്സും പരിപാടികളൊക്കെ വരട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത്ര ഈ ചതിയും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതായ ഈ ഡീല് സൈൻ ചെയ്തത്? ആർക്ക് വേണ്ടിയാണ്? ഉത്തരം കിട്ടേണ്ടി വരും. സുബ്രഹ്മണ്യ സ്വാമി മാത്രമൊന്നുമല്ല, BJP-ക്ക് അതും ചോദ്യമുണ്ടാകും. കാരണം വല്ലാത്തൊരു വൃത്തികെട്ട ഡീലാണ് ഇന്ത്യ അമേരിക്ക ഡീല് സൈൻ ചെയ്ത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാരണവശാലും ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ തുറന്നു കൊടുക്കത്തില്ലെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലായി ആ സെക്ടർ ഉൾപ്പെടെ എല്ലാ സെക്ടറും ഇന്ത്യ തുറന്നു കൊടുത്തു. ഈ പീയൂഷ് ഗോയൽ പറയുന്നത് 100% കള്ളത്തരമാണ്. ഇന്ത്യ പൂർണ്ണമായിട്ടും ചതിക്കപ്പെട്ടു. ഈ ചതിയുടെ യഥാർത്ഥ കാരണം എന്താണ് സംഭവിച്ചത്? അത് ഇന്ത്യയിലെ ജനങ്ങൾ അറിയേണ്ടി വരും. അതിന് കൂടുതലൊന്നും സമയം എടുക്കേണ്ടി വരത്തില്ല. കാരണം ഇതിന് ആൻസറബിളാണ്, അക്കൗണ്ടബിളാണ്. ആരിന്ത്യയെ ചതിച്ചാലും അവൻ പണിഷ് ചെയ്യപ്പെടണം, ചെയ്തിരിക്കപ്പെടണം. അതുതന്നെയാണ് ഒരു സാധാരണ ഇന്ത്യക്കാരനെ പോലെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇഷ്യൂ ആണെങ്കിലും ട്രേഡ് ഡീലിൻ്റെ ഇഷ്യൂ ആണെങ്കിലും എൻ്റെ അഭിപ്രായം.